വെൽക്കം ബാക്ക് ടു സ്പോർട്സ് സ്പീഡ്. നമ്മുടെ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ മത്സരം നമ്മുടെ FC ഏഷ്യ കപ്പിന്റെ ആദ്യ മത്സരമായിരുന്നു. ആദ്യത്തെ കളിയിൽ നമ്മൾ 2 ഗോളിന് പരാജയപ്പെട്ടു. കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സോഷ്യൽ മീഡിയാസിൽ പല കമന്റുകളും അതുപോലെ തന്നെ പല ആളുകളും പറയുന്നുണ്ടായിരുന്നു, ഇന്ത്യ വെറുതെ കളിക്കുകയാണ്, ഇപ്പോഴും ഒരു മാറ്റമില്ല, അല്ലെങ്കിൽ വെറുതെ കുറെ പാസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിച്ച് കളിക്കുന്നു എന്നുള്ള കാര്യം ഒക്കെ പല ആളുകളും പല രീതിയിലും ഇന്ത്യൻ താരങ്ങളെയും അതുപോലെ തന്നെ കോച്ചിനെയൊക്കെ ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ നമ്മൾ കമന്റുകൾ കണ്ടു. സോ ആ ഒരു കമന്റുകളൊക്കെ കണ്ടപ്പോഴാണ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ കളിച്ച ഈ ഒരു കളി ഏകദേശം 12 വർഷങ്ങൾക്ക് ശേഷമാണ് FC ഏഷ്യ കപ്പിൽ. ഇതിനു മുമ്പ് നടന്ന ഒരു കളി എന്ന് പറയുന്നത് 2011 AFC ഏഷ്യ കപ്പിലായിരുന്നു. അതും ഈ ഖത്തറിൽ വെച്ച് നടന്ന ഒരു കളിയാണ്. അതിനുശേഷം ഇപ്പോൾ ഏകദേശം 12 വർഷങ്ങളായി. ഈ 12 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഓസ്ട്രേലിയക്കെതിരെ നമ്മുടെ ഇന്ത്യ കളിക്കുന്നത്. നമുക്കറിയാം, അന്ന് ഇന്ത്യ കളിച്ചപ്പോൾ 4 ഗോളിനാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. ഇപ്പോൾ ഈ ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തോളം അല്ലെങ്കിൽ അതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു കളി കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഇന്ത്യയെ പറ്റി വളരെ മോശമായിട്ടോ അതല്ലെങ്കിൽ ഇന്ത്യയെ പറ്റി ഒരു നെഗറ്റീവായി ഒരിക്കലും സംസാരിക്കില്ല. കാരണം എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു രാജ്യം, ഓസ്ട്രേലിയയിൽ ഫുട്ബോൾ ഡെവലപ്മെന്റ് സിസ്റ്റവും ഇന്ത്യയിലെ ഫുട്ബോൾ ഡെവലപ്മെന്റ് സിസ്റ്റവും അതുപോലെ തന്നെ അവർ ഫിഫ റാങ്കിൽ 25ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഇന്ത്യൻ ഫുട്ബോളിനെ വീക്ഷിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിനെ വിലയിരുത്തുന്ന ആളുകൾ ഒരിക്കലും ബ്ലെയിം ചെയ്യില്ല. നമുക്കറിയാം, ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യം ഫിഫ റാങ്കിൽ 25ാം റാങ്കിലാണ്. ഇവർ ഫ്രണ്ട്ലി കളിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ടോപ്പ് 10ൽ നിൽക്കുന്ന രാജ്യങ്ങളോടൊക്കെയാണ്. അതുപോലെ ഇപ്പൊ അർജന്റീന, സ്പെയിന്, അതുപോലെ തന്നെ മെക്സിക്കോ, അങ്ങനെ ഒരു മികച്ചതായ ടീമുകളോട് കളിക്കുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. അതുപോലെ തന്നെ അവരുടെ താരങ്ങൾ എന്ന് പറയുന്നത് വേൾഡ് ക്ലാസ് താരങ്ങളാണ്, അതായത് യൂറോപ്പിലെ ടോപ്പ് ലീഗ് കളിക്കുന്ന താരങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു താരങ്ങളുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്ന ഒരു രാജ്യത്തിനെതിരെ ഇന്ത്യ കളിക്കുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൽ നിന്ന് എത്രമാത്രം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനെ വിലയിരുത്തുന്ന അതല്ലെങ്കിൽ അതിനെ വീക്ഷിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ ഇഗോർ സ്റ്റിമാക്കിനെയും അതുപോലെ തന്നെ താരങ്ങളെയൊക്കെ കമന്റ് ചെയ്ത് വളരെ മോശമായിട്ട് കാണുന്ന ഒരു പ്രവണതയുണ്ട് ഈ ഒരു കളിക്ക് ശേഷം. അപ്പോൾ ഇവരോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ, നമുക്കൊരു ISL ഉണ്ട്, ശരിയാണ്, നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ താരങ്ങൾക്ക് ഫുട്ബോൾ ഡെവലപ്മെന്റ്, എല്ലാം ശരിയാണ്. പക്ഷെ ഒരു ISL കൊണ്ട് മാത്രം ഇന്ത്യൻ ഫുട്ബോൾ ഒരിക്കലും ഡെവലപ്മെന്റ് ആകില്ല. ഇവിടെ ഉള്ള ഒരു സിസ്റ്റം, ആ ഒരു സിസ്റ്റം മാറണം. ഈ സിസ്റ്റം മാറാതെ നമുക്ക് ഒരിക്കലും നല്ല പൊട്ടൻഷ്യൽ ഉള്ള കളിക്കാരെ വാർത്തെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ നമ്മുടെ കോച്ചിനെ മിക്ക ആളുകളും, ചില ആളുകളൊക്കെ ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ കമന്റുകളൊക്കെ ഇടുന്നത് കണ്ടു. അപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിലുള്ള ഫുട്ബോൾ ഡെവലപ്മെന്റ് സിസ്റ്റം, ആ ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള നല്ല പൊട്ടൻഷ്യലുള്ള കളിക്കാരെ തെരഞ്ഞുപിടിച്ച് നമ്മുടെ നാഷണൽ ടീമിലോട്ട് സെലക്ട് ചെയ്ത് കോച്ച് ചെയ്യിച്ചുകൊണ്ട് ടീമിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഒരു നാഷണൽ ടീം കോച്ച് എന്നുള്ള നിലക്ക് ഇഗോർ സ്റ്റിമാച്ച് ആവട്ടെ അല്ലെങ്കിൽ വേറെ ഏതൊരു കോച്ചാവട്ടെ ആ ഒരു കോച്ചിന് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം എന്ന് പറയുന്നത്. അല്ലാണ്ട് ആ ഒരു കോച്ചിന് ആ ഒരു രാജ്യത്തിലെ സിസ്റ്റം എന്താണോ ആ സിസ്റ്റത്തിൽ പോയിട്ട് ആ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരുത്താനോ അതല്ലെങ്കിൽ അതിൽ പോയി വർക്ക് ചെയ്യാനോ ഒരിക്കലും കഴിയില്ല. അത് ചെയ്യേണ്ടത് നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് നമ്മുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും അപാധകളോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്തി നല്ല ടീമിന് അല്ലെങ്കിൽ നല്ല താരങ്ങളെ വാർത്തെടുക്കേണ്ടത്. അപ്പൊ അത് ചെയ്യേണ്ടത് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് ചെയ്യണം. ഗ്രാസ് റൂട്ട് ലെവലിൽ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ, ഇപ്പൊ നല്ല ഫോറിൻ കോച്ചസിനെ വേണമെന്നുണ്ടെങ്കിൽ അവർ അത് ഇറക്കണം, നല്ല അക്കാഡമീസ് രാജ്യത്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരണം, അല്ലെങ്കിൽ മറ്റു രാജ്യത്തിലെ പല ഭാഗത്തു നിന്നുമുള്ള ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നുള്ള നല്ല താരങ്ങളെ കണ്ടുപിടിച്ച് അക്കാഡമീസിലൊക്കെ നല്ല കോച്ചിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസുകൾ കൊണ്ടുവരേണ്ടത്. അതെല്ലാം ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലുള്ള സിസ്റ്റം എന്താണോ അതല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അണ്ടറിൽ എന്തൊക്കെ സിസ്റ്റങ്ങളാണോ ഉള്ളത് അത് വെച്ച് നമ്മുടെ അസോസിയേഷൻ ആണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ കോച്ചിന് ഈ പറയുന്ന പോലെ
ബ്ലെയിം ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത്, ഒരിക്കലും ഒരു കോച്ചിന് ആ രാജ്യത്ത് ഒരിക്കലും ആ ഒരു സിസ്റ്റം മാറ്റാനോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ഞാനിപ്പോൾ റീസെന്റ് ഒരു വീഡിയോ കണ്ടു, ആ വീഡിയോയിലും ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷെ ആ വീഡിയോ ആരാണ് എന്താണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പറയുന്ന പോലെ കോച്ചിനെ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ ഇങ്ങനെ മാറ്റി പരീക്ഷിക്കുന്നു. പക്ഷെ എന്ത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മാറ്റി പരീക്ഷിച്ചാൽ എന്ത് മാറ്റമാണ് ഇന്ത്യൻ ഫുട്ബോൾ ഉണ്ടാകുക എന്നുള്ളത് എനിക്ക് ആണ് അവരോട് ചോദിക്കാനുള്ളത്. കാരണം നമ്മുടെ ഇന്ത്യ ഒരു വർഷം കളിക്കുന്ന ഫ്രണ്ട്ലി മാച്ചുകൾ എത്രയുണ്ട് എന്നൊന്ന് എടുത്തു നോക്കണം. നമ്മൾ ഇനി മറ്റ് രാജ്യങ്ങൾ, നമ്മുടെ അയൽ രാജ്യങ്ങൾ അല്ലെങ്കിൽ ടോപ്പ് രാജ്യങ്ങളൊക്കെ ഒരു വർഷം കളിക്കുന്ന ഫ്രണ്ട്ലികളും നമ്മൾ ഒരു വർഷം എത്ര ഫ്രണ്ട്ലി കളിക്കുന്നുണ്ട്. ഇനി കളിച്ച കളികളാണെങ്കിൽ കൂടെ നമ്മൾ ഒന്നല്ലെങ്കിൽ നമ്മുടെ താഴെ നിൽക്കുന്ന, ഇന്ത്യയേക്കാൾ പുറകിൽ നിൽക്കുന്ന ഫിഫ റാങ്കിൽ പുറകിൽ നിൽക്കുന്ന രാജ്യങ്ങളോട്, അതല്ലെങ്കിൽ ഇന്ത്യയുടെ അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളോടുമായിട്ടോ ആയിരിക്കും നമ്മൾ ഫ്രണ്ട്ലി കളിക്കുന്നത്. അപ്പോ അങ്ങനെ ആ ഒരു പ്രവണതയിലാണ് നമ്മൾ ഫ്രണ്ട്ലി കളിക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നീട് എങ്ങനെയാണ് നമ്മുടെ ഫുട്ബോൾ ഡെവലപ്മെന്റ് സംഭവിക്കുക? അപ്പോൾ അതിലൊരു മാറ്റം വരണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഏഷ്യയിലെ തന്നെ ടോപ്പ് രാജ്യങ്ങൾ, സൗദി അറേബ്യ, അതുപോലെ തന്നെ ജപ്പാന്, കൊറിയ, ഈ ടീമുകളോടൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ പലപ്പോഴൊക്കെ ആയി ഫ്രണ്ട്ലി കളിക്കുക. അതല്ലേ അങ്ങനെയൊക്കെ ഫ്രണ്ട്ലി കളിക്കുമ്പോൾ മാത്രമാണ് ഇതുപോലുള്ള വലിയ ടൂർണമെന്റിലും അതുപോലെ തന്നെ വലിയ വേദികളിലൊക്കെ പോയിട്ട് നല്ല മാച്ചുകൾ, നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുള്ളൂ. സോ ഈ ഒരു സിസ്റ്റത്തിൽ മാറ്റം വരണം. ഈ ഒരു സിസ്റ്റത്തിൽ മാറ്റം വരാതെ നമ്മൾ എത്ര വലിയ നമുക്ക് ലീഗ് ഉണ്ടായിട്ട് പോലും, അതല്ലെങ്കിൽ ഏത് വലിയ കോച്ചിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് പോലും ഒരു കാര്യവുമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഓസ്ട്രേലിയക്കെതിരെ കളിച്ച് നമുക്കറിയാം നമ്മുടെ ടീം നമ്മുടെ ആ ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഡെവലപ്പ് ആയിട്ടുള്ള അത്രയും പൊട്ടൻഷ്യൽ ഉള്ള താരങ്ങളാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി റെപ്രസെന്റ് ചെയ്യുന്നത്. അവർ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ആ ഒരു കളി കളിച്ചു. നമുക്കറിയാം ഫസ്റ്റിലെ ആ ഒരു ഗോള്, അത് ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു നമ്മുടെ ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗിന്റെ ഭാഗത്തിന്. അതില്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് 1-0 ആയിരുന്നു. ഒരു പക്ഷേ ആ ഒരു ഹാഫ് ടൈമിന് ശേഷം ഞാൻ പേഴ്സണലി പ്രതീക്ഷിച്ചു ഒരു 0-0 ഡ്രോയിലോട്ടൊക്കെ വരുമെന്ന്. സോ അപ്പോൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് നമ്മുടെ താരങ്ങൾ നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാതെ വിമർശിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ ഈ കാര്യങ്ങളിലൂടെ ഒന്ന് ചിന്തിക്കണം. എന്താണ് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. ഫുട്ബോൾ വളരണമെങ്കിൽ നമ്മുടെ നാട്ടിലെ സിസ്റ്റം അത് മാറണം. അത് മാറാണ്ട് ഒരിക്കലും ഇത് മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി എന്താണെങ്കിലും നമ്മുടെ ഇന്ത്യക്ക് അടുത്തത് ഉസ്ബെക്കിസ്ഥാനെതിരെയാണ്. ഇപ്പൊ ഓസ്ട്രേലിയക്കെതിരെ നമ്മൾ പരാജയപ്പെട്ടെങ്കിലും ടീമിന് ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. കാരണം ഇത്രയും വലിയൊരു ഫുട്ബോൾ ടീം, 25ാം റാങ്കിലുള്ള ടീമിനോട് നമ്മൾ 102 നിൽക്കുന്ന ഒരു രാജ്യം. സോ അത്രയും വലിയൊരു ഫൈറ്റ് നമ്മൾ അവർക്കെതിരെ നടത്തി. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അടുത്ത കളി ഉസ്ബെക്കിസ്ഥാൻ നല്ലൊരു ടീമാണ്, ഫുട്ബോൾ ടീമാണ്. പക്ഷെ ഈ ഒരു കോൺഫിഡൻസോട് കൂടെ തീർച്ചയായിട്ടും അടുത്ത കളിയിൽ നല്ല പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരാം. ടിൽ ദെൻ, ഗുഡ് ബൈ.